കുഞ്ഞു തനുമോളെ കാണാനുള്ള തിടുക്കത്തിൽ ഇന്ദ്രജിത്ത് പതിവിലും നേരത്തെയാണ് അന്ന് വീട്ടിലെത്തിയതും. വീട്ടിലുണ്ടായിരുന്ന ശങ്കറിന് അത് ചെറിയൊരു അമ്പരപ്പുണ്ടാക്കി. ഇത്ര വേഗം ജോലി തീർത്ത് അവൻ എങ്ങനെ തിരിച്ചെത്തിയെന്ന് അദ്ദേഹം ചിന്തിച്ചു. തച്ചു, എന്താ അത്? ഇത്ര നേരത്തെ ഇങ്ങു പോന്നോ നീ? പോകേണ്ടിയിരുന്ന ജോലി കഴിഞ്ഞോ? ആ ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് ചെയ്തോ നീ? അദ്ദേഹം അത്ഭുതത്തോടെ അവനോടായി ചോദിച്ചു. ഇല്ലച്ച, എന്തോ എന്ന് എൻ്റെ മൂടൊട്ടും ശരിയായിരുന്നില്ല. അതുകൊണ്ട് ആ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിവെച്ചിട്ട് ഞാൻ പോന്നു. തൻ്റെ ഉള്ളിലെ തിടുക്കം മറച്ചു വെക്കാൻ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അവൻ മറുപടി നൽകി. അതെന്താ തെച്ചു അങ്ങനെ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്ലയൻ്റ് അല്ലേ അത്? അവർ പിന്നെ എങ്ങനെ നീ? അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന സുഭദ്ര അതിരിടപെട്ടു. മതി, നിർത്ത്. നിങ്ങളെപ്പോലെ തന്നെയാണ് അവനും. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞാൽ മതിയോ? അവനും വേണ്ടേ ഒരു റെസ്റ്റ്? മകൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കുകയായിരുന്നു അവർ. എന്നാൽ അവൻ്റെ മനസ്സ് കൊതിക്കുന്നത് വിശ്രമമല്ല, പകരം കുഞ്ഞു തനുമുള്ള സാമീപ്യമാണെന്ന് ആ അമ്മക്ക് അറിയില്ലായിരുന്നു. ശരി ശരി, ഞാൻ പറഞ്ഞത് കേട്ട് നീ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ? അവന് മൂടില്ലെങ്കിൽ നാളെ ചെയ്യട്ടെ, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ തൻ്റെ ജോലികളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇന്ദ്രജിത്ത് ഇടയ്ക്കിടെ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ആ കുസൃതി കൊടുക്ക ഇതുവരെ വന്നില്ലല്ലോ. അവൻ്റെ പരിഭ്രമം ശ്രദ്ധിച്ച സുഭദ്ര അവനോടായി ചോദിച്ചു. എന്താ തച്ചു ഇത്? നീ ആർക്കെങ്കിലും വേണ്ടിയാണോ ഈ കാത്തു നിൽക്കുന്നത്? യാമിക്കാണോ? അത് അതെ അമ്മേ, അവൻ പരുങ്ങലോടെ മറുപടി നൽകി. അവൾ ഇപ്പോൾ എത്തും. ഡാൻസ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ JCB, അവളുടെ വണ്ടി എപ്പോഴും കട്ടപ്പുകയിലാണല്ലോ. ഇന്നും വയലെവിടെയെങ്കിലും കേടായി കിടക്കുന്നതാണോ അവ? കുഞ്ഞിനെ കാണാനുള്ള അവൻ്റെ തിടുക്കം ഓരോ നിമിഷം തോറും കൂടിക്കൂടി വന്നു. അവൻ ഓരോ മിനിറ്റിലും ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സൈക്കട്ടവൻ തൻ്റെ അനിയത്തിയെ ഫോണിൽ വിളിച്ചു. ഹലോ JCB, നീ എവിടെയാ ഉള്ളത്? ആ തനുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇത്രയും സമയമെടുക്കുമോ നിനക്ക്? നിന്റെ വണ്ടി വഴിയിൽ കേടായി അല്ലേ? തിടുക്കത്തോടെ ഇന്ദ്രജിത്ത് അവളോട് ചോദിച്ചു. അയ്യോ ഇല്ല ഏട്ടാ, ഞാൻ ഇവിടെ ഒരു സിഗ്നൽ കുടുങ്ങിപ്പോയതാ. 2 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും, യാമി മറുപടി നൽകി. ശരി ശരി, തനുവിനെ സൂക്ഷിക്കണം നീ. വേഗം വാ എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. നീ ആരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യ ഈ പറയുന്നേ? സുഭദ്ര അവനോടായി ചോദിച്ചു. അവർ എന്തെങ്കിലും തിരിച്ച് മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രജിത്ത് ഇടയിൽ കയറി പറഞ്ഞു. അമ്മേ, അത് അന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ രക്ഷിച്ചില്ലേ, അവരുടെ മോളാ. ഭയങ്കര ക്യൂട്ടാ. അന്ന് ദിവസം അത്രയും അവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്നോട് നല്ല കൂട്ടാണ്. അതാ ഇന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. 2 മിനിറ്റ് കഴിഞ്ഞതും യാമിയുടെ സ്കൂട്ടി ബംഗ്ലാവിൻ്റെ മുന്നിൽ നിർത്തി. അവൻ കുഞ്ഞു തനുമോളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു. എങ്കിലും സുഭദ്രയുടെ നെറ്റിയിലെ ചുളിവുകൾ മാറിയിരുന്നില്ല. ആരുടെയോ ഒരു കുട്ടിയെ എന്തിനാണ് ഇവൻ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം അവരുടെ മനസ്സിൽ അപ്പോഴും അവശേഷിച്ചിരുന്നു. ശങ്കറിന് അത് കണ്ട് ചിരി വന്നു. ഇതാരാ തച്ചു അങ്കിൾ? തനു ഇന്ദ്രജിത്തിനോടായി ചോദിച്ചു. മോളെ, നിനക്ക് ഞങ്ങളെ അമ്മൂമ്മയെന്നും അപ്പൂപ്പനെന്നും വിളിക്കാടാ, കേട്ടോ? അപ്പോൾ മോളുടെ പേരെന്താ? അവളുടെ തുടുത്ത കവളിൽ നുള്ളിക്കൊണ്ട് ശങ്കർ ചോദിച്ചു. തനുച്ചി, അവൾ പറഞ്ഞു. ഓ, തനുച്ചി, നല്ല ഭംഗിയുള്ള പേരാണല്ലോ. അപ്പോൾ ഇന്ദ്രജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛ, കൺഫ്യൂഷൻ ആവണ്ട, അവളുടെ പേര് തനുച്ചി എന്നല്ല, തനു എന്നാണ്. ഓ, അങ്ങനെയാണോ? നമ്മുടെ വീട്ടിൽ വന്ന് ഈ കുറുമ്പത്തിക്കുട്ടി എന്താ ചെയ്യുന്നത്? അദ്ദേഹം വീണ്ടും അവളോടായി ചോദിച്ചു. ഞാൻ ദച്ചു അങ്കിളുടെ കൂടെ കളിക്കാൻ വന്നതാ. അവൾ തൻ്റെ വലിയ കണ്ണുകൾ ചിമ്മിച്ച് കൈകളാട്ടി സംസാരിക്കുന്നത് കണ്ട് കാണാൻ തന്നെ നല്ല ചന്തമുണ്ടായിരുന്നു. ശരി പൊന്നുമോളെ, വാ, നമുക്ക് റൂമിലേക്ക് പോകാം. നമ്മുടെ ദച്ചു ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത് അല്ലേ സുഭദ്ര? ശങ്കർ അവരോടായി ചോദിച്ചു. അതെ, പക്ഷെ മറ്റാരുടെയോ ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മാത്രം എന്ത് അടുത്ത ബന്ധമാണ് അവൾക്ക് ദച്ചുവുമായിട്ടുള്ളത്? ഇതെങ്ങനെയായിട്ടാണ് പോയി അവസാനിക്കുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. സുഭദ്ര എന്തുകൊണ്ടോ ഇത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. നീ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അവന് പണ്ട് മുതലേ കുട്ടികളെ ജീവനാണ്. അതുപോലെ ഈ കുട്ടിയും അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ എങ്ങനെ വെറുതെ വിഷമിക്കാതെ. ശങ്കർ പറഞ്ഞപ്പോൾ സുഭദ്ര ഒന്നും മിണ്ടാതെ നിശബ്ദയായി നിന്നു. അവിടെ റൂമിൽ കുഞ്ഞു തനുമോളെ തൻ്റെ ഒപ്പം കൂട്ടി
ഇന്ദ്രജിത്ത് സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അയ്യോ, മോൾക്ക് വല്ലതും പറ്റിയോ? നീ എന്തിനാ താഴെ വീണത്? കളിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട മോളെ, അവൻ അവളോടായി ചോദിച്ചു. ഞാൻ വീണു. അമ്മ എന്നെ വഴക്കു പറഞ്ഞു. ഇങ്ങനെയാ ഞാൻ വീണത് എന്ന് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നിരുന്ന അവൾ തപ്പീന്ന് താഴേക്ക് വീണു കാണിച്ചു കൊടുത്തു. അത് കണ്ട് ഇന്ദ്രജിത്തിന് ചിരി അടക്കാനായില്ല. അയ്യോ, എങ്ങനെയാണോ നീ വീണത്? സാരമില്ല, പോട്ടെ. ഇനി കളിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ തനുമോൾ മിടുക്കിയായി തലയാട്ടി. തച്ചു അങ്കിൾ, ഇന്നെന്നെ കുളിപ്പിച്ചു തരുമോ? അവൾ ചോദിച്ചു. അവൻ്റെ കൈകൾ കൊണ്ട് കുളിക്കുന്നത് ആ കുഞ്ഞു മാലാക്കക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അവനല്പം ആലോചിച്ച് പാവത്തിൽ പറഞ്ഞു. ഇന്ന് വേണ്ട പൊന്നുമോളെ, നീ നോക്കിക്കേ, യാമി ചേച്ചി ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് ചിരിച്ചു. അതെ, അപ്പോൾ ഇന്ന് നീ കുളിച്ചില്ലേ മോളെ? അവൻ ചോദിച്ചു. കുളിച്ചു, അമ്മ കുളിപ്പിച്ചു തന്നു, അവൾ പറഞ്ഞു. പിന്നെന്തിനാ അങ്കിൾ വീണ്ടും കുളിപ്പിച്ചു തരുന്നത്? എപ്പോഴെങ്കിലും കുളിക്കാതിരിക്കുമ്പോൾ കുളിപ്പിച്ചു തരാം കേട്ടോ, അവൻ പറഞ്ഞു. തണുപ്പ് കുഞ്ഞ് വിറക്കുന്നത് പോലെ കാണിച്ചു. അങ്കിൾ, ആ ഡോൾ കാണാൻ നല്ല രസമുണ്ട്, എനിക്കത് വേണം. അവൾ ഷോക്കേസിന് നേരെ കൈ ചൂണ്ടി. അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ആൻറ്റിക് ആനയുടെ ശില്പമുണ്ടായിരുന്നു. ഒത്തിരി പണം കൊടുത്ത് ഇന്ദ്രജിത്ത് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു അത്. മോൾക്ക് അത് ഇഷ്ടമായോ? അവൻ ചോദിച്ചു. അവൾ ആണെന്ന് തലയാട്ടി. ശരി, നീ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്കിൾ അത് തന്നുവിടാം. നിങ്ങൾ ഒരുപാട് കുട്ടാണ് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ്റെ കവളിൽ പിടിച്ച് ചുണ്ടിലും മൂക്കിലും ഉമ്മകൾ നൽകി. അവനും ആ കുഞ്ഞിൻ്റെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് നിറച്ചു. എന്ന് സ്കൂളിൽ പോയിരുന്നു പൊന്നുമോൾ? ടീച്ചർ എന്തൊക്കെയാണ് പഠിപ്പിച്ചു തന്നത്? അവൻ ചോദിച്ചു. ഫ്രൂട്ട്സ് നെയിംസ് പഠിപ്പിച്ചു തന്നു. വാവ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മോളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? അവളെ തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് ആപ്പിൾ ഇഷ്ടാ. അതെ, എ ഫോർ ആപ്പിൾ. റൗണ്ട് ആയിരിക്കും, റെഡ് കളറായിരിക്കും, സ്വീറ്റ് ആയിരിക്കും. അവൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരുന്നു. അവൻ വെറുതെ കഴിക്കുന്നത് പോലെ അഭിനയിച്ചു കാണിച്ചു. അതുകൊണ്ട് ആ കുഞ്ഞുമോൾ കിലുകുല എന്ന് ചിരിച്ചു. ശരി, തനക്കുട്ടിക്ക് ആപ്പിൾ ജ്യൂസ് വേണോ? അവൻ കൊഞ്ചലോടെ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ എപ്പോഴും എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്, അവൾ പറഞ്ഞതും അവൻ അവളുടെ കവളിൽ ഒന്നുകൂടി ഉമ്മ വെച്ചു. ശരി, എന്നാൽ മോൾ ഇവിടെ തന്നെ ഇരിക്ക് കേട്ടോ. ദേ, അങ്കിൾ ഇപ്പോൾ വരാം. അങ്കിൾ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു. അടുക്കളയിൽ അവളുടെ അമ്മ തയ്യാറാക്കി വെച്ചിരുന്ന ആപ്പിൾ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. ദാ പിടിച്ചോ എൻ്റെ തനു, കുടിച്ചേ. ഗ്ലാസ് അവളുടെ കുഞ്ഞു കവളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു. അവൾ ആ ജ്യൂസ് മുഴുവനുമായി കുടിച്ചു തീർത്തു. തുടർന്ന് ചുണ്ടിന് മുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന ജ്യൂസ് വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അങ്കിളെ, തേ നോക്കിക്കേ, എനിക്ക് മീശ വന്നിരിക്കുന്നത് കണ്ടോ? അവളുടെ ആ കുട്ടിത്തം നിറഞ്ഞ വർത്തമാനം കേട്ട് അവൻ ചിരിച്ചുപോയി. എന്നിട്ട് അവളുടെ മുഖം അവൻ അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെയായി. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലടാ മുത്തേ. അവൻ സ്നേഹത്തോടെ അവളെ തിരുത്താൻ ശ്രമിച്ചു. അതെന്താ? അങ്കിളിൻ്റെ ഈ കട്ടിൽ നല്ല വലുതാണല്ലോ. ഇവിടെ അങ്കിളിനും കിടക്കാം, എനിക്കും കിടക്കാം, പിന്നെ എൻ്റെ അമ്മക്കും കിടക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഉറങ്ങാം. അവൾ ആ കൊഞ്ചിലൂടെ നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ അവനൊരു നിമിഷം പകച്ചുപോയി. ഈ കുഞ്ഞിനെ മനസ്സിനെ ഇത് എങ്ങനെയാണ് അരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും മാത്രമേ അങ്ങനെ ഒരുമിച്ച് കിടക്കാൻ സാധിക്കൂ എന്ന് അവളോട് എങ്ങനെ വിശദീകരിക്കും? ഞങ്ങളുടെ വീട്ടിലെ കട്ടിൽ ഭയങ്കര ചെറുതാ, ഇത്രയും വലുപ്പമൊന്നുമില്ല, അവൾ ചുണ്ടു പിണക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചു. ശരിയടാ, ഞാൻ വന്ന് മോളെയും അമ്മയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, പോരെ? ഇന്ദ്രജിത്ത് അങ്ങനെ പറഞ്ഞത് ആ കുഞ്ഞു മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സത്യമാണോ? അവൾ ആ സന്തോഷത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ കണ്ണടച്ചു പിടിക്കാം, അങ്കിൾ വേഗം പോയി എവിടെയെങ്കിലും ഒളിക്ക് എന്ന് പറഞ്ഞവൾ കണ്ണുകൾ പൊത്തിപ്പിടിച്ചപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചുപോയി. എൻ്റെ പൊന്നുമോളെ, നീ തന്നെ കണ്ണടച്ചു പിടിച്ചാൽ പിന്നെ ഞാൻ എവിടെ പോയി ഒളിക്കാനാ? അവൻ ചോദിച്ചു. അത് കേട്ടതും ഗൗരവത്തിൽ വരെ താടിക്കു കൊടുത്ത് ആ കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അതേയല്ലേ, നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇല്ലേ? അപ്പോൾ നമുക്ക് അച്ഛമ്മയും കൂട്ടി ബലൂൺ വാങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചു. അവളുടെ കുറുമ്പ് നിറഞ്ഞ വർത്തമാനം കേട്ട് ഇന്ദ്രജിത്ത് മനസ്സ് അലഞ്ഞുപോയി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു.
ഉമ്മകൾ കൊണ്ട് മൂടി.